നമസ്കാരം. ഈ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് നമ്മൾ തോൽക്കുന്നുണ്ട്. എന്തൊക്കെ കേൾക്കണം ഈ നാട്ടിൽ? ഏതൊക്കെ തരത്തിലുള്ള വാർത്തകളാണ് തോൽവിക്ക് ശേഷം ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്നത്? തോൽക്കുന്നതിന് മുൻപേ തോറ്റുപോയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അണികൾ തന്നെ വെറുത്തുപോയ പാർട്ടിയായി ഇപ്പോൾ മാറുന്നുണ്ടോ, അല്ലെങ്കിൽ പാർട്ടിക്കാർ തന്നെ വെറുക്കുന്ന പാർട്ടിയായി മാറുന്നുണ്ടോ എന്നൊരു സംശയം മാത്രം. അതായത് ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസമൊക്കെ ഈ പാർട്ടി പത്രത്തിന് വരിക്കാരെ ചേർക്കാൻ വേണ്ടിയിട്ട് വായ്പ എടുത്തിട്ട് പ്രതിസന്ധിയിലായി പോയ കായംകുളത്തെ ഒരു CPM പ്രവർത്തകനുണ്ട്. ആ CPM പ്രവർത്തകൻ്റെ CPMൻ്റെ കേഡർ സ്വഭാവം വ്യക്തിജീവിതത്തെയും ഒപ്പം തന്നെ കുടുംബജീവിതത്തെയും ബാധിക്കുന്ന അനുഭവങ്ങൾക്കുള്ള നിരവധി പേരുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ. അത്തരമൊരു അനുഭവം പങ്കുവച്ച ഒരു സഖാവ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കായംകുളത്ത് നിന്ന്. പാർട്ടി പത്രത്തിൻ്റെ പേരിൽ ബലിയാടാക്കപ്പെട്ട കഥയാണ് ആലപ്പുഴയിലെ ഈ പ്രാദേശിക സഖാവിന് പറയാനുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് പാർട്ടി മുഖപത്രത്തിന് വരിക്കാരെ ചേർക്കാൻ തങ്ങളെ കൊണ്ട് ബാങ്ക് വായ്പ എടുപ്പിച്ചുവെന്നും അത് തിരിച്ചടയ്ക്കാനാകാതെ കടക്കണിയിലായെന്നുമാണ് നേതൃത്വത്തിനെതിരെ ഉയരുന്ന വിമർശനമെന്ന് പറഞ്ഞാൽ. കായംകുളം മേഖലയിലെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം കുട്ടൻ താൻ അകപ്പെട്ട പ്രതിസന്ധിയെപ്പറ്റി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിനോട് സമാനാനുഭവം പങ്കുവച്ച മുതിർന്ന പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ പലയിടത്തു നിന്നുമായിട്ട് പിന്തുണ അദ്ദേഹത്തിന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു സമൂഹ മാധ്യമം വഴി. വായ്പയെടുത്ത പണം പാർട്ടിക്കാണ് നൽകിയത് എന്നും പത്രത്തിന് വരിക്കാരെ ചേർത്ത് അവരിൽ നിന്ന് വരിസംഖ്യയായി ഈ തുക പിരിച്ചെടുക്കാനായിരുന്നു നിർദ്ദേശമെന്നും അത് നടക്കാതായതോടെ തങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയായി എന്നും അവർ പറയുന്നു. നേതാക്കളും കൈയൊഴിഞ്ഞു എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ കൂടി മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടിയിൽ കടുത്ത വിഭാഗീയത വളരുന്ന കായംകുളത്താണ് പാർട്ടി പത്രത്തിനായിട്ട് പ്രവർത്തകരെ തന്നെ കടക്കണിയിലാക്കിയെന്ന പരാതികൾ ഉയരുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കായംകുളത്തെ വോട്ട് ചോർച്ച വിവാദത്തിന് പിന്നാലെയാണ് പുതിയ ആരോപണം വരുന്നത്. 100 കണക്കിന് പേർ ഈ തട്ടിപ്പിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. വലിയ വാർത്തയാണ്. കുട്ടൻ സഖാവ് എന്ന പേരിലുള്ള FB അക്കൗണ്ടിൽ മുതിർന്ന നേതാവ് ബാങ്ക് നോട്ടീസിന്റെ ചിത്രം സഹിതം നൽകിയ കുറിപ്പ് അതിങ്ങനെയാണ്: 1979 മുതൽ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ് ഞാൻ. CPMലെ ചിലർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി 100 കണക്കിന് പേരെ ബലിയാടാക്കി. CPM ഭരിക്കുന്ന പുള്ളിക്കണക്ക് കൃഷ്ണപുരം സഹകരണ ബാങ്കുകളിൽ നിന്ന് 5 വർഷം മുൻപ് പത്രത്തിനായി എടുത്ത വായ്പയ്ക്ക് ഞങ്ങളെ ജാമ്യം നിർത്തി. ഈ വകയിൽ 2 ബാങ്കിലുമായി എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മകനും കൂടി 50,000-ഓളം രൂപയുടെ കടബാധ്യതയുണ്ട് എന്നുള്ളതാണ്. പലതവണ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു. പാർട്ടി നേതൃത്വത്തെ അറിയിച്ചപ്പോൾ ഉടൻ പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ ഒരു തീരുമാനവും ഇതുമായി ബന്ധപ്പെട്ടിട്ട് എടുത്തിട്ടേയില്ല. ഞാനിപ്പോൾ രോഗങ്ങളാൽ അവശനാണ്. 78 വയസ്സായി. പാർട്ടി വരുത്തിയ ഈ കടം എനിക്ക് വീട്ടാൻ കഴിയില്ല. തീരുമാനമുണ്ടാക്കിയില്ല എങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് എനിക്ക് കടക്കേണ്ടി വരും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് കുട്ടൻ. ഒരു കുട്ടൻ സഖാവിൽ ഒതുങ്ങുന്നതല്ല ഇതൊന്നും എന്നുകൂടി പറയട്ടെ. പാർട്ടി പത്രത്തിന് വരിക്കാരെ കണ്ടെത്തുകയും ആ വരിക്കാരെ ചേർക്കുന്നതിന് വേണ്ടി സ്വന്തമായി ജാമ്യം നിൽക്കുകയും ചെയ്യേണ്ടി വരുന്ന ഗതികേടിലേക്ക് പാർട്ടി സഖാക്കളെ കൊണ്ടെത്തിക്കുന്ന ഈ പാർട്ടി നേതാക്കളെ എന്താണ് പറയേണ്ടത്? എപ്പോഴും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് ആലപ്പുഴയും കായംകുളവുമായി ബന്ധപ്പെട്ടിട്ടാണ്. വിഭാഗീയത മുറ്റി നിൽക്കുന്ന ഒരിടമായി ഈ കായംകുളവും ഒപ്പം തന്നെ ആലപ്പുഴയും പലപ്പോഴും മാറാറുണ്ട്. സുധാകരൻ്റെ നാവ് പിഴയ്ക്കാതെ പറയുന്നതും പൊന്നുപോലെയാകുന്നതുമൊക്കെ ഇവിടെയാണ്, ഈ ആലപ്പുഴയിലാണ്, കായംകുളവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലാണ്. അതൊക്കെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലടക്കം നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. പലപ്പോഴും ജനങ്ങൾ ഇന്നും ഓർത്തു വെക്കുന്ന വിഷയങ്ങളുമാണ്. അതുകൊണ്ട് പാർട്ടി പത്രത്തിന് വരിക്കാരെ ചേർക്കാൻ തീരുമാനിച്ചുകൊണ്ട് വഴിയാധാരമായി പോകേണ്ടി വരുന്ന ഗതികേടിലേക്ക് പാർട്ടി സഖാക്കളെ തള്ളിവിടുന്ന പാർട്ടിക്കാരെ, നേതാക്കന്മാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാത്ത ഈ പാവപ്പെട്ട ജനങ്ങളെ പിഴിഞ്ഞു ജീവിക്കുന്നതിന് പകരം നിങ്ങൾ തെണ്ടാൻ പോകുന്നതാണ് നല്ലത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തിനാണ് ഈ പാവങ്ങളെ ഇങ്ങനെ പിഴിഞ്ഞു തിന്നുന്നത്? എന്തിനാണ് ഇവരെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? എന്തിനാണ് ഈ പാവങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത്? 78 വയസ്സുകാരനായ കുട്ടൻ സഖാവിന് പോലും ഇതാണ് ഗതിയെങ്കിൽ പാർട്ടിയിലുള്ള മറ്റുള്ളവരുടെ ഗതി എന്തായിരിക്കുമെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ സഖാക്കളെ. നേതാക്കന്മാരായ നിങ്ങളിങ്ങനെ AC കാറുകളിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ താഴെ തട്ടിൽ കിടക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരൻ്റെ അവൻ്റെ വിശപ്പിൻ്റെ വില അറിയില്ല, അവൻ്റെ വേദന മനസ്സിലാകില്ല, അവൻ്റെ ജീവിത ദുഃഖങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ എൻ്റെ പൊന്നു സഖാക്കളെ, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഇവരെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് വേണ്ടി കീജയി വിളിക്കുന്നവർ, നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പാർട്ടി പോസ്റ്ററുകൾ ഒട്ടിക്കുന്നവർ, നിങ്ങൾക്ക് വേണ്ടി വോട്ടിനു വേണ്ടി എന്തും ചെയ്യുന്നവർ, ഇങ്ങനെയുള്ള പാവങ്ങളെ, ഈ പ്രജകളെ നിങ്ങൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ, ഈ നേതാക്കൾ, നാളെ നിങ്ങളെ ഈ പാവങ്ങൾ വഴിയിൽ തടയുക തന്നെ ചെയ്യും. നിങ്ങളുടെ കരണമടിച്ചു പൊട്ടിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ഈ പാർട്ടിക്കാർ മാറും. അവരുടെ ജീവിത സാഹചര്യം അതിനെ മാറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.